പി എസ് സി പോലെയുള്ള ഒരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് എപ്പോഴും എല്ലാവരുടെയും മൈൻഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പഠിച്ച കാര്യങ്ങളെല്ലാം മൈൻഡിൽ നിൽക്കുന്നില്ല. എക്സാം വരുന്ന സമയത്ത് ഇതെല്ലാം ഓർത്തെഴുതാൻ പറ്റുമോ? പിന്നെ പി എസ് സിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഇനി എക്സാമുകൾ എങ്ങാനും വിളിക്കുന്നുണ്ടോ? ഇനി വിളിച്ചാൽ തന്നെ എക്സാമിന് ഒഴിവുണ്ടോ? ഈ ഒഴിവുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നിയമനം നടക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥിയും പി എസ് സി എക്സാമിനെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്നതും പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സാമിന് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത് ഈ നെഗറ്റീവ് ചിന്തകളോട് കൂടി നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും ഇതെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു പുതിയ ടോപ്പിക് ഇന്നത്തെ ദിവസം പഠിച്ചാലോ. ഐസോടോപ്പുകൾ എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഐസോടോപ്പുകൾ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഐസോടോപ്പുകളിൽ പ്രധാനപ്പെട്ട ചില ഐസോടോപ്പുകൾ അവയുടെ യൂസസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കൊബാൾട്ട് 60. ഗോയിറ്റർ ചികിത്സയ്ക്ക് അയഡിൻ 131. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയത്തിന് ഫോസ്ഫറസ് 31. സ്കിൻ ക്യാൻസർ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഫോസ്ഫറസ് 32. കാർബൺ ഡേറ്റിങ്ങിന് കാർബൺ 14. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി യുറേനിയം 235, അതുപോലെ പ്ലൂട്ടോണിയം 239. ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഡ്യൂട്ടീരിയം. ആൻജിയോഗ്രാം ടെസ്റ്റിന് സോഡിയം 24. ലുക്കീമിയക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് AU198. അനീമിയക്ക് FE59. കിഡ്നി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് HG197. ഇത് പ്രധാനപ്പെട്ട ചില ഐസോട്ടോപ്പുകളാണ്. ഒരുപാട് തവണ PSC എക്സാമുകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.